ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേടി. ഈശോ നിൻ്റെ ജീവിതത്തെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. കേസറിയ ഫിലിപ്പി വെച്ച് ഈശോ ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? അവർ കേട്ട ഉത്തരവൊക്കെ കൊടുക്കുക. ഈശോ ചോദിക്കുകയാണ്, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ശിഷ്യന്മാരോട് ചോദിക്കുക, നിങ്ങളുടെ അഭിപ്രായം എന്താ? അവിടെ ശിമിയോൻ പത്രോസ് ഇപ്രകാരമാണ് പറയുക. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 16-ാം അധ്യായം 16-ാം തിരുവചനം. ശിമിയോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. നീ ജീവനുള്ള ദൈവം, എന്നും ജീവിക്കുന്നവനായ ദൈവം, ആ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. എല്ലാവർക്കും സന്തോഷം, ഈശോയ്ക്ക് സന്തോഷമായി. ഈശോ പറയുന്നുണ്ട്, നിന്റെ കപ്പാസിറ്റി ഒന്നുമല്ല, സ്വർഗസ്നായ പിതാവ് നിനക്ക് വെളിപ്പെടുത്തി തന്നു. അവൻ വലിയൊരു പ്രഖ്യാപനം നടത്തി. ദൈവത്തിൻ്റെ ആത്മാവ് എന്താണോ അവന് തോന്നിപ്പിച്ചത്, അവൻ അതിനെ പ്രഖ്യാപിച്ചു. അവിടെ ക്രിസ്തു അവനെ എടുത്തു പറഞ്ഞു. മാത്രമല്ല, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെ മുഴുവൻ അധികാരങ്ങളും അവന് കൊടുത്തു. നീ എന്ത് കെട്ടിയാലും കെട്ടും, നീ എന്തഴിച്ചാലും അഴിക്കും. വലിയൊരു പവറാണ് കൊടുത്തത്. നിന്റെ ഉള്ളിൽ വരുന്ന ദൈവത്തിൻ്റെ ചിന്തകൾക്ക് നീ വില കൊടുക്കുവാനായിട്ട് തയ്യാറായാൽ, പ്രിയ സഹോദര സഹോദരി, നിന്റെ ജീവിതത്തെ ദൈവം എടുത്തുയർത്തും. ദൈവിക ചിന്തകൾക്ക്, ദൈവിക പ്രചോദനങ്ങൾക്ക് നീ വില കൊടുക്കും. അവിടെയാ ദൈവം നിന്റെ ജീവിതത്തെ കരം പിടിച്ച് ഉയർത്തുക. ഒന്ന് ആത്മശോധന ചെയ്യണം. ജീവിതത്തിൽ ദൈവിക പ്രചോദനങ്ങൾക്ക് എത്രത്തോളം നീ വില കൊടുക്കുന്നുണ്ടോ? ശരിക്കും കേൾക്കുന്നുണ്ടോ? കേട്ടതിനെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരും. ദൈവം എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുക. അത് സ്വരമായിരിക്കണമെന്നില്ല. പല രീതിയിൽ, പല വ്യക്തികളിലൂടെ ദൈവത്തിൻ്റെ പ്രചോദനങ്ങൾ കടന്നു വരാം. നീ വില കൊടുക്കും. ദൈവത്തിന് വില കൊടുക്കാൻ നിനക്ക് സാധിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ തൂക്കാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറ സാന്നിധ്യത്തിന് നന്ദി പറയുകയാണ്. ഈശോയെ, നിന്റെ പ്രചോദനങ്ങൾക്ക് വില കൊടുക്കുവാനും ജീവിക്കുവാനുമായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കുന്നു. അങ്ങനെ നിന്റെ പ്രീതിയിലെ ഈ വ്യക്തി വളർന്നു വരട്ടെ, കുടുംബം വളർന്നു വരട്ടെ. ഈ ദിവസത്തിന് വേണ്ട നന്മകൾ, കൃപകളെല്ലാം നൽകണം, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുതിൻ ദൈവമേ.